ഹലോ ഗൈസ്, ഞാൻ ആദിത്യ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഒരു വീഡിയോയുടെ നിങ്ങൾ കാണാൻ പോകുന്നത് വയർഡായിട്ടും വയർലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു 1000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു കിടിലൻ ഹെഡ്ഫോൺസ് ആണ്. അതാണ് Adcom Shuffle Over ഇയർ ഹെഡ്ഫോൺസ്. സോ ഈ ഹെഡ്ഫോൺസിൻ്റെ ഒരു കംപ്ലീറ്റ് അൺബോക്സിംഗ് പ്ലസ് ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇങ്ങനെ ഒരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് നമ്മുടെ Adcom Shuffle ഹെഡ്ഫോൺസ് വരുന്നത്. ബോക്സിന് മുകളിലായിട്ട് ഹെഡ്ഫോൺസിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എനിവേ എന്തായാലും നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹെഡ്ഫോൺസ് ആണ്. പിന്നെ ഒരു മൈക്രോ USB കേബിൾ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു ഓക്സ് കേബിൾ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു യൂസർ മാനുവൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു വാറണ്ടി കാർഡ് ലഭിക്കുന്നുണ്ട്. ഈ പ്രൊഡക്റ്റിന് നമുക്ക് 1 ഇയർ വാറണ്ടിയാണ് ലഭിക്കുന്നത്. ഇത് ക്ലെയിം ചെയ്യണമെങ്കിൽ നിങ്ങൾ ആഡ്കോമിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വാറണ്ടി രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം ആ ഒരു കാർഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആഡ്കോം സ്റ്റിക്കേഴ്സും ലഭിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് മെയിനായിട്ടും ബോക്സ് കണ്ടൻസ് വരുന്നത്. ഇനി നമ്മുടെ ഹെഡ്ഫോൺസിലേക്ക് വരുവാണെങ്കിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ഹെഡ്ഫോൺസ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വളരെ ഈസി ആയിട്ട് ഈ ഹെഡ്ഫോൺ നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. അതുപോലെ തന്നെ ഹിഞ്ചസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ വളരെ സ്ട്രോങ് ആണ്, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹെഡിൻ്റെ സൈസിനനുസരിച്ച് ഹെഡ്ഫോണിൻ്റെ സൈസും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ഫോണിൻ്റെ കംപ്ലീറ്റ് ബിൽഡ് വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് ബിൽഡിലാണ്. പക്ഷേ എന്നാലും നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കംപ്ലീറ്റ് ഒരു മാറ്റ് ഫിനിഷാണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ളൊരു ഹെഡ്ഫോൺസ് ആണിത്. ഇനി നമ്മുടെ ഹെഡ്ഫോൺസിലേക്ക് വരുവാണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് Adcom ലോഗോ കാണാൻ സാധിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ബട്ടൺ കൺട്രോൾസ് കാണാൻ സാധിക്കും. പിന്നെ താഴെയായിട്ട് മൈക്രോഫോണും കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ചാർജിങ്ങിന് വേണ്ടിയുള്ള മൈക്രോ USB പോർട്ട് കാണാൻ സാധിക്കും. കുറച്ച് താഴെയായിട്ട് നമുക്ക് മൈക്രോ SD കാർഡ് സ്ലോട്ട് കാണാൻ സാധിക്കും. പിന്നെ താഴെയായിട്ട് ഓക്സിലറി പോർട്ടും കാണാൻ സാധിക്കും. പിന്നെ ഇയർ കപ്സിനുള്ളിലായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുഷനിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ ഒരു ഹെഡ്ഫോൺസിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ വരുന്നത്. ഇനി ഈ ഹെഡ്ഫോൺസിൻ്റെ കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. കാരണം ഒന്നാമത്തെ റീസൺ ഈ ഹെഡ്ഫോൺസ് വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇയർ കുഷനിങ്ങും വളരെ നല്ലതാണ്. ഒപ്പം തന്നെ ഇതൊരു ഓവർ ഇയർ ഹെഡ്ഫോൺസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കാത് കംപ്ലീറ്റ്ലി കവർ ചെയ്തിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു പാസീവ് നോയിസ് ക്യാൻസലേഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇറിറ്റേഷനും ഫീൽ ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ കംഫർട്ടിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഹെഡ്ഫോൺസ് വളരെ നല്ലതാണ്. ഇനി ഒരു ഹെഡ്ഫോൺ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. ഈ ഹെഡ്ഫോൺസിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. ഈ ഹെഡ്ഫോൺസിൽ നമുക്ക് 40 mm ഡ്രൈവേഴ്സാണ് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ബാസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ളൊരു സൗണ്ട് ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ഹെഡ്ഫോൺസിൽ ലഭിക്കുന്നത്. മിഡ്സിൻ്റെ ട്രബിളിൻ്റെ കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ ബാലൻസ്ഡ് അല്ലെങ്കിൽ ആവറേജ് എന്ന് വേണം പറയാൻ. പക്ഷേ ബേസ് ആണ് കുറച്ചുകൂടി ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എസ്പെഷ്യലി മൂവീസ് കാണുമ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. സോ പേഴ്സണലി എനിക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി ഈ ഹെഡ്ഫോൺസിൻ്റെ മറ്റ് പല ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ ഈ ഹെഡ്ഫോൺസിൽ നമുക്ക് ബ്ലൂടൂത്ത് വെർഷൻ 5.0 ആണ് വരുന്നത്. ഇതിൻ്റെ റേഞ്ച് വരുന്നത് 10 meters ആണ്. ഏകദേശം അത്രയൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലേറ്റൻസിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ ഹെഡ്ഫോൺ യൂസ് ചെയ്ത് നമ്മൾ മൂവീസ് കാണുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴോ ഒന്നും ഒരു തരത്തിലുള്ള ലേറ്റൻസി നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഗെയിംസ് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ലേറ്റൻസി ഫീൽ ചെയ്യും. അതിപ്പോൾ നിങ്ങൾ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള വയർലെസ് ഹെഡ്ഫോൺസ് വാങ്ങിയാലും ലേറ്റൻസി തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. പക്ഷേ അത് ഫിക്സ് ചെയ്യാൻ ഒരു ചെറിയ മെത്തേഡ് ഉണ്ട്. അതായത് ഈ ഹെഡ്ഫോണിനൊപ്പം നമുക്കൊരു ഓക്സ് കേബിൾ കിട്ടുന്നുണ്ടല്ലോ, അത് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു വയർഡ് ഹെഡ്ഫോൺ ആയിട്ട് ഈ ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ നമുക്ക് ഈ ഹെഡ്ഫോൺ യൂസ് ചെയ്ത് വളരെ നല്ല രീതിയിൽ ഗെയിമിങ്ങും ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഹെഡ്ഫോണിൽ ഒരു മൈക്രോഫോൺ ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്ത് സംസാരിക്കാനും സാധിക്കുന്നതാണ്. ഇനി എന്തായാലും നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ മൈക്രോഫോൺ ക്വാളിറ്റി അല്ലെങ്കിൽ കോൾ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓഡിയോ റെക്കോർഡാകുന്ന നമ്മുടെ Adcom Shuffle ഹെഡ്ഫോൺസിലുള്ള ഇൻബിൽറ്റ് മൈക്രോഫോൺ വഴിയാണ്. സോ ഇതാണ് ഈ ഹെഡ്ഫോണിൻ്റെ ഒരു കോൾ ക്വാളിറ്റി അല്ലെങ്കിൽ മൈക്രോഫോൺ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനിയൊരു വയർലെസ് ഹെഡ്ഫോൺ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് അതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. ഈ ഹെഡ്ഫോൺ നമ്മൾ 2 hours ചാർജ് ചെയ്യുവാണെങ്കിൽ 4 hours ഒരു കണ്ടിന്യൂസ് പ്ലേ ബാക്ക് ടൈം നൽകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ എൻ്റെ ഒരു യൂസേജിൽ 6 hours പ്ലസ് കണ്ടിന്യൂസ് പ്ലേ ബാക്ക് ടൈം നൽകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ എങ്ങനെ പോയാലും 2-3 ഡേയ്സിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് തീർച്ചയായിട്ടും ലഭിക്കും. ഞാൻ തന്നെ ആയാലും 3-4 ദിവസം കൂടുമ്പോഴാണ് ഈ ഒരു ഹെഡ്ഫോൺസ് ചാർജ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രൈസ് പോയിന്റിൽ എനിക്ക് നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നതായിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ ബാറ്ററി തീർന്നു പോയാലും നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഈ ഹെഡ്ഫോൺസിനൊപ്പം നമുക്കൊരു ഓക്സ് കേബിൾ കിട്ടുന്നുണ്ട്. അത് നേരെ ഞാൻ കണക്ട് ചെയ്യുക.
എന്നിട്ടൊരു വയർഡ് ഹെഡ്ഫോൺ ആയിട്ട് നമുക്ക് ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഹെഡ്ഫോൺസിൽ നിങ്ങൾക്ക് FM മോഡും MP3 മോഡും ലഭിക്കും. FM മോഡ് എന്ന് പറയുമ്പോൾ ഇൻബിൽറ്റ് ആയിട്ടുള്ള FM മോഡാണ് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട FM ചാനലുകൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് FM ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ MP3 മോഡ് എന്ന് പറയുമ്പോൾ ഈ ഹെഡ്ഫോണിൽ നമുക്കൊരു SD കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതിനകത്തൊരു മൈക്രോ SD കാർഡ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്കതിൽ ഫീഡ് ചെയ്തിരിക്കുന്ന മ്യൂസിക് ഒരു MP3 പ്ലെയർ പോലെ ആസ്വദിക്കാൻ സാധിക്കും. സോ അങ്ങനെ ഒരു ഫീച്ചറും ഈ ഹെഡ്ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഹെഡ്ഫോൺസിൻ്റെ പ്രൈസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഈ ഒരു ഹെഡ്ഫോൺസിൻ്റെ പ്രൈസ് വരുന്നത് 999 rupees. അതുപോലെ തന്നെ ആഡ്കോമിൻ്റെ വെബ്സൈറ്റിലും ഈ ഒരു ഹെഡ്ഫോൺസ് അവൈലബിൾ ആണ്. എല്ലാ പർച്ചേസ് ലിങ്കും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ആഡ്കോം ഷഫിൾ ഹെഡ്ഫോൺസ് എന്ന് പറയുന്ന ഹെഡ്ഫോൺസിനെ കുറിച്ചുള്ള എൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. സോ ഈ ഹെഡ്ഫോൺസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണ്? തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.